ഇപ്പോൾ വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള വാർത്ത, ഒരു പ്രധാനപ്പെട്ട ഒരു ടെറർ മോഡ്യൂൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ നമ്മുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥർ കണ്ടെത്തി എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം നമ്മുടെ കുട്ടികളെ വരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ ആരോപണം പ്രകാരം പാകിസ്ഥാനിലെ ISIയുമായി ബന്ധമുള്ള ഒരു ഷഹസാദ് ഭാട്ടി ഇന്ത്യയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലില്ലാത്ത യുവാക്കളെ സോഷ്യൽ മീഡിയ വഴി സ്വാധീനിച്ച് തന്റെ ശൃംഖലയിലേക്ക് ചേർക്കാൻ ശ്രമിച്ചുവെന്ന് പറയുന്നു. സമീപകാലത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ അന്വേഷണങ്ങളിൽ അറസ്റ്റുകളും ഈ ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നതായിട്ടാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ട്. അതായത് ഷഹസാദ് ഭട്ടി എന്ന് പറയുന്ന ISIയുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി, അയാൾ നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലാത്ത യുവാക്കളെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവജനങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനായി പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ ഏജൻസികൾ ഇതിൽ എന്താണ് പറയുന്നത്? സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവർ ഈ യുവാക്കളെ ബന്ധപ്പെടുന്നത്. എന്നിട്ട് യുവാക്കൾക്ക് പണം വാഗ്ദാനം ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും തൊഴിലില്ലാത്ത യുവാക്കളാണ്. ആ പണം അവർക്ക് ലഭിക്കുമ്പോൾ എന്തിനാണ് അവർക്കത് ലഭിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള അവബോധം അവർക്ക് കിട്ടുന്നില്ല. കാരണം ഇവർ ചില ജോലികൾ ഈ തൊഴിലില്ലാത്ത യുവാക്കളെ ഏൽപ്പിക്കും. അവർ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ആ ജോലികൾ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സൈനിക കേന്ദ്രങ്ങളുടെ ഫോട്ടോ എടുത്തുകൊണ്ടുവരിക എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സാധാരണ തൊഴിലില്ലാത്ത യുവജനങ്ങൾ വിചാരിക്കും, അതിലിപ്പോൾ എന്താണ് തെറ്റ്? സൈനിക കേന്ദ്രങ്ങളുടെ ഫോട്ടോ അല്ലേ, ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടി ആണല്ലോ, അത് കുഴപ്പമില്ല എന്ന് കരുതി അവർക്ക് നിയമത്തിന്റെ അവബോധമോ അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ വ്യാപ്തിയോ അറിയാതെ അവർ പോയി എടുക്കും. റെയിൽവേ, പാലം തുടങ്ങിയ സ്ഥലങ്ങളുടെ വീഡിയോ അയച്ചു കൊടുക്കാനായിട്ട് ഇവർ പറയും. സിം കാർഡുകൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കാനായിട്ട് ആവശ്യപ്പെടും. ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ ഒളിപ്പിക്കാൻ സഹായം തേടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ ഈ യുവാക്കളെ ബന്ധപ്പെട്ട ശേഷം പണം വാഗ്ദാനം ചെയ്യുന്നു. അതിനുശേഷം വിദേശത്ത് ജോലി അല്ലെങ്കിൽ നല്ല ജീവിതം വാഗ്ദാനം ചെയ്യുന്നു. ചെറിയ ജോലികളിൽ നിന്ന് ഇവരെ കൊണ്ട് തുടങ്ങിപ്പിക്കുന്നു. ഇനി ടെറർ മോഡ്യൂൾ എന്നത് ഒരു വലിയ തീവ്രവാദ സംഘടനയുടെ ഒരു ചെറു രഹസ്യ സംഘമാണ്. 4-10 പേരുള്ള ഒരു ചെറിയ സംഘം. ഒരാൾ പണം എത്തിക്കും, ഓരോരുത്തർക്കും ഓരോ ചുമതലയാണ്. മറ്റൊരാൾ വിവരങ്ങൾ ചോർത്തും, മറ്റൊരാൾ ആയുധങ്ങൾ എത്തിക്കും. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ചെറു ശൃംഖലയാണ് ഇത്. ഇനി ഷഹസാദ് ഭട്ടി, ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ വിവരമനുസരിച്ച് ഷഹസാദ് ഭട്ടി പാകിസ്ഥാനിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നും ഇന്ത്യയിൽ വിവാദ കുറ്റകൃത്യ ശൃംഖലകൾക്ക് പിന്തുണ നൽകുന്നുവെന്നും ആരോപിക്കപ്പെടുന്നു. ഇയാളുടെ നേതൃത്വത്തിലുള്ള ശൃംഖലയുമായി ബന്ധപ്പെട്ടെന്ന് ആരോപിച്ച് ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ നിരവധി പേരെ അടുത്തിടെ അറസ്റ്റ് ചെയ്തതായും പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. അതിലാണ് ഇപ്പോൾ ഇങ്ങനൊരു ടെറർ മോഡ്യൂൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.